ഇവിടെ ഒരു വ്യക്തി ഒരു ചെറിയ ഗ്രാമത്തിൽ മ്യൂസിക് ഷോപ്പ് വെച്ച് ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്നും അവന് കുറച്ച് പണം മാത്രം കിട്ടുന്നത് കാരണം നാട്ടുകാരും വീട്ടുകാരും അവനെ കളിയാക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ ഓരോ പരിപാടിക്കും അവൻ നല്ല രീതിയിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് കണ്ട് ഒരു പയ്യൻ അവിടേക്ക് വന്ന് നിങ്ങൾക്ക് DJ ചെയ്യുന്നത് പഠിച്ച് വലിയ പ്രോഗ്രാം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അതെന്താണെന്ന് ആദ്യം അയാൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് കൂടുതൽ പണം കിട്ടാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കി അയാൾ പിറ്റേ ദിവസം ഷോപ്പ് തുറന്നപ്പോൾ ഒരു DJ കൺസോളുമായി ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നു. അവൾ അത് നന്നാക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി ആകാംക്ഷ കാരണം അയാൾ അവളോട് ഞാനിത് നന്നാക്കി തന്നാൽ എനിക്ക് നീ പണം തരേണ്ട, പകരം അത് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആദ്യം ആ പെൺകുട്ടി അതിന് സമ്മതിച്ചില്ലെങ്കിലും അയാളുടെ ഷോപ്പും അവിടെയുള്ള ഉപകരണങ്ങളും കണ്ട് പാവം തോന്നി അവൾ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അന്നു മുതൽ അവൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അവൾ ആ വ്യക്തിയെ കാണാൻ ചെന്ന് അയാൾക്ക് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ ഒരു ദിവസം അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ കുടുംബക്കാരെല്ലാം വന്ന് ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ നാടു ചുറ്റുന്നെന്ന് ചോദിച്ച് അയാൾ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. എന്നാൽ തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് അയാൾ മറ്റൊരു നാട്ടിലേക്ക് ചെന്നെങ്കിലും പണമില്ലാത്തത് കാരണം താമസിക്കാൻ ഒരു സ്ഥലമില്ലാതെ വഴിയിലും മറ്റും അയാൾ കിടന്നുറങ്ങുന്നത് കണ്ട് കുറച്ച് പയ്യന്മാർ അയാളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ ഒരു ക്ലബിൽ വർക്ക് ചെയ്യുന്ന പയ്യന്മാർ അയാൾക്ക് അവിടെ ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ നോക്കിയെങ്കിലും പ്രായം കാരണം അയാൾക്ക് അവിടെ ജോലി കിട്ടിയില്ല. ഒരു ദിവസം ആ ക്ലബിലേക്ക് DJ പ്ലേ ചെയ്യാൻ ഒരു വലിയ ആർട്ടിസ്റ്റ് വന്നെങ്കിലും ചില കാരണങ്ങളാൽ അയാൾ അവിടെ നിന്നും തിരിച്ചു പോകുന്നു. വിവരം അറിഞ്ഞ ഒരു വ്യക്തി ഒരു മാസ്ക് ധരിച്ച് ആ സ്റ്റേജിൽ കയറുന്നു. അങ്ങനെ അയാൾ പഠിച്ച ചെറിയ കാര്യങ്ങൾ വെച്ച് അയാൾ അവിടെ DJ പ്ലേ ചെയ്യാൻ ആരംഭിച്ച് ചുറ്റുമുള്ളവർക്കെല്ലാം അത് വളരെയധികം ഇഷ്ടപ്പെട്ട് എല്ലാവരും ഡാൻസ് ചെയ്യാൻ ആരംഭിക്കുന്നു.